ഇന്ന് രാത്രിയിലും നമ്മൾ ഇന്നലെ ചിന്തിച്ചതിൻ്റെ ബാക്കിയായി ചില കാര്യങ്ങൾ ഇന്ന് രാത്രിയിലും ചിന്തിച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഉണർവിൻ്റെ തുറന്നു കിടക്കുന്ന വാതിലുകൾക്കകത്താണ് നമ്മൾ ഈ ദിവസങ്ങളിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇന്നലെ രാത്രിയിൽ സംസാരിച്ച വിഷയം ഒത്തിരി പേർക്ക് അത് അനുഗ്രഹമായിരുന്നു എന്ന് കേൾക്കുവാനിടയായി. പലരും അത് വ്യക്തിപരമായി എനിക്ക് മെസ്സേജ് ഇട്ടു. ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. കൂടുതൽ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ അവസരങ്ങൾ ഉണ്ടാകട്ടെ. നമ്മൾ ഇന്നലെ രാത്രി ചിന്തിച്ചത് പ്രലോഭനങ്ങളിൽ നിന്നും എങ്ങനെ നമുക്ക് ജയിക്കാൻ കഴിയും എന്നുള്ള മേഖലയാണ്. ഇന്നലെ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചത് ഹൗ ടു ഓവർകം ദ ടെംപ്റ്റേഷൻസ് എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. അതിനകത്ത് പിശാചിൻ്റെ ടെംപ്റ്റേഷൻസ് അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ വരുന്ന 3 ഏരിയകളെ ഞാൻ ഇന്നലെ പറഞ്ഞു. അതിനകത്ത് 2 ഏരിയ ചെറുതായിട്ട് തൊട്ടു. അതിൻ്റെ 3-ാമത്തെ മേഖലയും കൂടെ ഒന്ന് തൊട്ടിട്ട് നമുക്കതിനെ ജയിക്കുവാനുള്ള ചില കാര്യങ്ങൾ കൂടെ ഇന്ന് രാത്രി നിങ്ങളോട് പങ്കുവെച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞ വിഷയത്തിനകത്ത് പ്രധാനമായും 3 ഏരിയയിൽ കൂടെയാണ്, 3 സോഴ്സുകളിൽ കൂടെയാണ് പ്രലോഭനങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത്. ഒന്ന്, ലോകത്തിൽ നിന്നുണ്ടാകുന്ന പ്രലോഭനം, ലോകത്തിൻ്റെ സ്നേഹം. ഞാൻ ഇന്നലെ പറഞ്ഞു. ആമേൻ. ടെംപ്റ്റേഷൻ ഫ്രം ദ വേൾഡ്, ലോകത്തിൽ നിന്നുണ്ടാകുന്ന ടെംപ്റ്റേഷൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. 2, ടെംപ്റ്റേഷൻസ് ഓഫ് ദ ഫ്ലഷ്, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജഡത്തിൽ, നമ്മൾ വീണ്ടെടുക്കപ്പെട്ടിട്ടില്ലാത്ത ശരീരത്തിൽ ജീവിക്കുന്ന കാരണത്താൽ നമുക്കുണ്ടാകുന്ന ടെംപ്റ്റേഷനെ കുറിച്ച് നമുക്ക് പറഞ്ഞു. അതിനെല്ലാം ഒരു പ്രോസസ് ഉണ്ട്. ഒരു ടെംപ്റ്റേഷൻ ഒരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ചിന്തകൾ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട മേഖല. അവിടെ നിന്നാണ് ആമേൻ അത് പാപത്തെ ഗർഭം ധരിച്ച്, മോഹം ഉള്ളിൽ വന്ന് അത് ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നത്. ഞാൻ ഇന്നലെ രാത്രി ആ കാര്യങ്ങളും പറഞ്ഞു. 3-ാമത്തെ ടെംപ്റ്റേഷൻ വരുന്ന പ്രധാനപ്പെട്ട ഒരു മേഖലയും കൂടെ ഇന്ന് രാത്രി ഞാൻ പറയാം. 3-ാമത്തെ ടെംപ്റ്റേഷൻ ഡയറക്റ്റ് പിശാചിൽ നിന്നും ഉണ്ടാകുന്ന പരീക്ഷകളാണ്. അത് ലോകത്തിൽ നിന്നുള്ള പരീക്ഷകളെക്കാൾ ഉപരി, അതല്ല എങ്കിൽ നമ്മുടെ ശരീരത്തിലെ ജഡത്തിലെ പ്രശ്നങ്ങൾ, നേച്ചറായ നമ്മുടെ സ്വാഭാവികമായ പ്രലോഭനങ്ങളെ പോലെ തന്നെ പിശാചിനാൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങളുണ്ട്. അത് നേരിട്ടുണ്ടാകുന്ന അറ്റാക്കുകളും പരീക്ഷണങ്ങളുമാണ്. യേശു ക്രിസ്തുവിൻ്റെ അനുഭവം നമ്മൾ പഠിക്കുമ്പോൾ, യേശു ലൂക്കോസിന്റെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം ഒക്കെ പറഞ്ഞിരിക്കുന്നത് ആത്മാവിനാൽ നയിക്കപ്പെട്ട യേശുവിനെ പരീക്ഷിക്കുവാൻ വേണ്ടി പരീക്ഷകൻ അടുത്തു വന്നു എന്നും നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന റെഫറൻസും കൂടെ നമുക്ക് ക്ലിയറാം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം എന്ത് എഴുതിയിരിക്കുന്നത്? അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു, നീ ദൈവപുത്രനെങ്കിൽ മതി. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. അപ്പൊ ഈ മേഖല വ്യക്തിപരമായി നമ്മളും കയറി പോകേണ്ട അനുഭവങ്ങളാണ്. പരീക്ഷകൻ എന്തിനേയും പരീക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ അടുക്കൽ എപ്പോഴും വരുന്ന ഒരു മേഖലയാണ് പരീക്ഷകനായിരിക്കുന്ന പിശാചിൽ നിന്നും ഉണ്ടാകുന്ന അനുഭവങ്ങൾ. പിശാച് നമ്മളെ പ്രധാനമായും പരീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ഏറിയ ആമേൻ അത് കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഈ 3 മേഖലകളിലാണ് പിശാചിന്റെ പരീക്ഷകൾ ഏറ്റവും അധികം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം കൂടെ ഇതിന്റെ കൂടെ ഒന്ന് ചേർന്ന് വായിച്ചേ. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും, ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും. ജ്ഞാനം അപ്പൊ തിന്നാൻ കൊള്ളാം, കാണാൻ കൊള്ളാം, അതിനകത്ത് അതിൽ കൂടെ എന്തോ ഒരു കാര്യം കിട്ടും. ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു. അപ്പൊ ഇതിനകത്തുണ്ടാകുന്ന പിശാചിന്റെ അറ്റാക്കുകളിൽ ഏറ്റവും പ്രധാനമായി അവൻ ഉപയോഗിക്കുന്ന ഒരു ആയുധം എന്ന് പറയുന്നത് വഞ്ചനയാണ്. നമ്മളെ വഞ്ചിക്കും, നമ്മളെ ഡിസെപ്ഷനാണ് പിശാചിന്റെ ഏറ്റവും വലിയൊരു ആയുധം. നമ്മളെ വഞ്ചിച്ചു കളയും. അതങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല, ഇങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല. സത്യത്തിൽ ആദമിനെയും ഹവ്വായെയും പിശാച് വഞ്ചിച്ചതാണ്. അത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്ന് പറഞ്ഞ് വഞ്ചിച്ചു കളയും.
സത്യത്തിൽ അവർ ദൈവത്തെ പോലെ അല്ല എന്നാര് പറഞ്ഞു? അല്ല, അതിനകത്ത് സത്യത്തിൽ അവർ ദൈവത്തെ പോലെ അല്ലേ ദൈവം അവരെ സൃഷ്ടിച്ചത്? ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ആയിരുന്നല്ലോ ദൈവം അവരെ സൃഷ്ടിച്ചതാണോ? പിന്നീട് പിശാച് പറഞ്ഞ് വഞ്ചിക്കുകയാണ്, അത് തിന്നാൽ ആരെ പോലെ ആകും? എന്റെ അടുത്ത് വന്നത്, ഞാൻ റൈസൻ തോമസ് ആണ്. റൈസൻ തോമസ് പറയാണ്, ആ വെള്ളം കുടിച്ചാൽ നീ റൈസൻ തോമസിനെ പോലെ ആകും എന്ന് എന്നോട് പിശാച് പറയുമ്പോൾ, ഞാൻ റൈസൻ തോമസ് ആണ് എന്ന് പറയാനുള്ള ഒരു ധൈര്യവും ആർജവുമാണ് എനിക്ക് വേണ്ടത്. അപ്പൊ ഡിസെപ്ഷൻ ആണ് പിശാചിന്റെ ഏറ്റവും വലിയ ആയുധം. ഒത്തിരി പേരെ പിശാച് വഞ്ചിച്ചു കളയുകയാണ്. ഇതേ ആയുധം എടുത്തിട്ടാണ് യേശു കർത്താവിന്റെ അടുക്കലും ഏദൻ തോട്ടത്തിൽ എടുത്ത അതേ ആയുധം എടുത്തിട്ടാണ് യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നത്. വന്നിട്ട് പറയുകയാണ്, നീ ദൈവപുത്രൻ ആണെങ്കിൽ, എന്തുവാ നീ ദൈവപുത്രൻ അല്ലെന്ന് ആരെങ്കിലും പറഞ്ഞു? ചില മിനിറ്റുകൾക്ക് മുമ്പ് യോർദാൻ നദിയിൽ നീ സ്നാനപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ സ്വർഗം തുറന്ന് വിളിച്ചു പറഞ്ഞ വാക്കേതായിരുന്നു? ഇവൻ എന്റെ. അപ്പൊ പിശാച് എപ്പോഴും നമ്മളെ വഞ്ചിക്കുന്നത്, നമ്മുടെ ഡിസെപ്ഷന്റെ ആ സ്പിരിറ്റ് കൊണ്ടുവരുന്നത് നമുക്കുള്ളതിനെ ഇല്ല എന്ന് കാണിച്ചും നമ്മുടെ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്തുമാണ് പിശാചിന്റെ വഞ്ചനകൾ നമ്മുടെ അകത്തിലേക്ക് വരുന്നത്. പിശാച് സത്യം പറയുന്നത് നിങ്ങൾക്ക് ഇന്നലെ തോന്നിയിട്ടുണ്ടോ? എന്താ? പിശാച് ബോഷ്കിന്റെ അപ്പനുമാകും. ഈ ബോഷ്ക് എന്ന് പറയുന്ന സാധനം കണ്ടുപിടിച്ചത് പിശാച്, അതുകൊണ്ട് അതിന്റെ അപ്പനാന്ന് പറഞ്ഞു. ഇത് അവനിൽ നിന്നാണ് ഈ സാധനം ഒറിജിനായി വന്നിരിക്കുന്നത്. അപ്പൊ പിശാച് എന്തെങ്കിലും നിന്നോട് പറയുന്നെങ്കിൽ അത് കള്ളമേ പറയത്തുള്ളൂ. പിശാച് എല്ലാം കള്ളത്തരങ്ങളാ പറയത്തുള്ളൂ. അപ്പൊ പിശാചിൽ നിന്ന് സത്യം പ്രതീക്ഷിക്കരുത് നമ്മൾ. മനസ്സിലാവുന്നു? അപ്പൊ ഈ ഡിസെപ്ഷന്റെ സ്പിരിറ്റിനെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോ അത് തിന്നാൻ കൊള്ളാം. എന്തുവായിരുന്നു ആദ്യം തോന്നുന്നത്? ഗുഡ് ഫോർ ഫുഡ്. തിന്നാൻ കൊള്ളാം. അത് ശരീരത്തിന്റെ ആവശ്യം തിന്നണമെന്നുള്ളതല്ലേ. രണ്ട്, അത് കാണാൻ കൊള്ളാം. കണ്ണിന്റെ പ്രശ്നമാണ് കൺമോഹം. എന്തുവാ പറഞ്ഞ? കൺമോഹം. അപ്പൊ ഹവ്വായിക്ക് ആദ്യം വന്നത് സംഗതി കൊള്ളാലോ സാധനം. മൂന്നാമത്തെ വിഷയം ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും. അപ്പോ അത് ജീവനത്തിന്റെ, അതൊരു പ്രൈഡിന്റെ മേഖലയിലേക്കാണ്. ഇപ്പോഴുള്ളതിനേക്കാൾ ദൈവത്തിന്റെ ഒപ്പമാകണം എന്നുള്ള ആ സാധനം. ഇത് മൂന്നൂടെ കയറി പിടിച്ചപ്പോഴാണ് പിശാചിന്റെ കെണിയിൽ അവർ പെട്ടുപോയി. 1 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം കൂടെ അതിനകത്തൊന്ന് വായിച്ചേ. 1 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം കൂടെ എന്തു എഴുതിയിരിക്കുന്നേ ഒന്ന് നോക്കിയേ. ഇതു നിമിത്തം എനിക്ക് ഒട്ടും സഹിച്ചുകൂടാഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ? ഞങ്ങളുടെ പ്രയത്നം വെറുതെ ആയിപ്പോയോ? പരീക്ഷകൻ യേശുവിനെ മാത്രമല്ല പരീക്ഷിച്ചത്, പരീക്ഷകൻ നിങ്ങളെയും പരീക്ഷിച്ചുവോ? അപ്പൊ യേശുവിനെ ടെംപ്റ്റ് ചെയ്ത അതേ പിശാച് ഇതേ ആയുധവും എടുത്തുകൊണ്ട് നമ്മുടെ മുമ്പിലും വരും. ലോകത്തിന്റെ സ്നേഹം, ഫ്ലഷിൽ നിന്നുള്ള പ്രശ്നം, ലോകത്തിന്റെ ടെംപ്റ്റേഷൻ, നമ്മുടെ ജഡത്തിന്റെ ആവശ്യങ്ങളിൽ നിന്നുണ്ടാകുന്ന ടെംപ്റ്റേഷൻ. 3, യേശുവിനെ പരീക്ഷിച്ച് അതേ പിശാച് ഏത് രൂപത്തിലാ വരുന്നതെന്നോ ഏത് ഭാവത്തിലാ വരുന്നതെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അവൻ നമ്മുടെ അടുക്കലും വരും. എപ്പോഴും അവന്റെ കാര്യം ഒരു വഞ്ചനയായിരിക്കും. അനേക സഭകളെ, അനേക ദൈവദാസന്മാരെ ചതിച്ചു കളയാൻ പിശാച് ഇപ്പോഴും നിൽക്കുക. അതുകൊണ്ട് കൊരിന്തിലെ സഭയെ നോക്കി പൗലോസ് വളരെ ഭാരത്തോടെ പ്രയാസത്തോടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സർപ്പം ഹവ്വായെ ഉപായത്താൽ, ഓർമ്മയില്ലേ നിങ്ങൾക്ക് ആ വാക്യം? 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിച്ചോ. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരു ചർച്ചിനെ കുറിച്ചുള്ള പൗലോസിന്റെ കൺസേൺ ആണ്. ഏദൻ തോട്ടത്തിൽ ഹവ്വായെ ചതിച്ചതുപോലെ, യേശു ക്രിസ്തുവിനെ പരീക്ഷിച്ചതുപോലെ
കൊരിന്തിയിലെ സഭയെ, കൃപാവരങ്ങളാൽ നിറഞ്ഞു നിന്ന സഭയെ പ്രലോഭിപ്പിക്കുന്നുണ്ടോ എന്ന് പൗലോസ് ഭയപ്പെടുകയാണ്. ഹല്ലേലൂയ. അപ്പൊ മനസ്സിലായ 3 ഏരിയയിൽ നിന്നാണ് ടെംപ്റ്റേഷൻസ് ഉണ്ടാകുന്നത്. ഏതൊക്കെയാ നിങ്ങൾക്ക് മനസ്സിലായത്? പറഞ്ഞേ. ലോകത്തിൽ നിന്നുള്ള ടെംപ്റ്റേഷൻ, 2 ജഡത്തിൽ നിന്ന്, നമ്മളുടെ സ്വാഭാവികമായ ഇഷ്ടങ്ങളിൽ നിന്നും അനിഷ്ടങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ടെംപ്റ്റേഷൻ, 3 പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്ന ഒരനുഭവം അല്ലെങ്കിൽ പിശാചിനാൽ ഉണ്ടാകുന്ന ടെംപ്റ്റേഷൻ. ഇവിടെ എല്ലാം നമുക്ക് പുറത്തു വരാൻ പറ്റും. ഈ 3 പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് പുറത്തു വരാൻ പറ്റും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഏതു മേഖലയിൽ നിന്നാണെങ്കിൽ നമുക്ക് പുറത്തു വരാൻ പറ്റും. കാരണം കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടോ? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആമേൻ. യേശു കർത്താവിന്റെ പരീക്ഷണങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ യേശു കർത്താവ് പരീക്ഷകളെ ജയിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? നമുക്കും ജയിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് യേശു ക്രിസ്തു പരീക്ഷകളെ ജയിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, സത്യത്തിൽ ഈ പിശാചിന്റെ ഈ പ്ലാൻ എന്ന് പറയുന്നത്, ഈ പിശാചിന്റെ ഡയറക്റ്റ് സാധനം, സത്യത്തിൽ ഇതൊരു മൈൻഡ് ഗെയിമാണ് പിശാച് കളിക്കുന്നത്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം കൂടെ വായിച്ചോ. എന്ത് എഴുതിയിരിക്കുന്നത്? താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കയാൽ, യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാണ്, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ, പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കുവാൻ കഴിവുള്ളവനാകുന്നു. യേശു കർത്താവ് കഴിവുള്ളവനാകുന്നു. ഹല്ലേലൂയ. ഞാൻ കേറിപ്പോകുന്ന സകല പ്രശ്നത്തിനകത്തൂടെ യേശു കർത്താവ് കേറിപ്പോയിട്ടുള്ളവനാകൊണ്ട്, യേശു കർത്താവ് അവിടെ ജയിച്ചവനാകൊണ്ട്, ഇന്നത്തെ എന്റെ പ്രശ്നത്തിൽ എന്നെ സഹായിക്കാൻ അവൻ കഴിവുള്ളവനാണ്. ഹല്ലേലൂയ. അതാ നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, നീ പറയും പട്ടിണി കിടന്ന്, കർത്താവ് പറയും എനിക്കും പട്ടിണി കിടക്കേണ്ടി വന്നു. നീ പറയും എന്നെ ആൾക്കാർ ഒറ്റി കൊടുത്ത്, കർത്താവ് പറയും എടാ എന്നെ ഒറ്റി കൊടുത്തടാ. നീ പറയടാ എനിക്ക് നാട്ടുകാർ മുറിവ് തന്നു, എടാ എനിക്ക് അതേ കിട്ടിയിട്ടുള്ളടാ. നീ പറയും കർത്താവ് എന്നെ ക്രൂശിച്ചു, കർത്താവ് പറയും എന്നെ ക്രൂശിച്ചടാ. ഹല്ലേലൂയ. പാപമൊഴികെ നമുക്ക് തുല്യമായി സകലത്തിലും അവൻ പരീക്ഷിക്കപ്പെട്ടു. എന്നിട്ടും അവൻ പാപം ചെയ്തില്ല. പാപം ഒഴികെന്നല്ല, അവൻ പാപത്തിന്റെ മേഖലയിലും അവൻ പരീക്ഷിക്കപ്പെട്ടു. പക്ഷെ അവൻ പാപം ചെയ്തില്ല. ഹല്ലേലൂയ. ആമേൻ. എന്ത് ശക്തമായ വചനമാണ്. എന്നിട്ട് എബ്രായ ലേഖനത്തിൽ പറയുകയാണ്, നമുക്കൊരു പുരോഹിതനുണ്ട്, നമുക്കൊരു മധ്യസ്ഥനുണ്ട്. അവൻ നമുക്ക് തുല്യമായി സകല മേഖലകളിലും പരീക്ഷിക്കപ്പെട്ടവനാകൊണ്ടും പരീക്ഷയിൽ ജയിച്ചവനാകൊണ്ടും അവൻ പരീക്ഷിക്കപ്പെടുന്നവരോട് സഹതാപം കാണിക്കുവാൻ കഴിയുന്നവനാണ്. അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരാണ്. എന്റെ കർത്താവ് ഒരിക്കലും നിന്നെ പ്രതിസ്ഥാനത്ത് നിർത്തത്തില്ല. നിന്നെ ഒരു വ്യക്തിമാക്കി അവൻ നിർത്തത്തില്ല. നിന്റെ പ്രശ്നം അവൻ അറിയാം. അമ്മേ, നിന്റെ പ്രയാസം അവൻ അറിയാമേ. അമ്മേ, നിന്നെ അവൻ കുറ്റപ്പെടുത്തത്തില്ല. എന്താ ശമരിയ സ്ത്രീയോട് പറഞ്ഞത്? എന്താ പട്ടണത്തിലെ പാവിനിയായ സ്ത്രീയോട് പറഞ്ഞത്? എല്ലാരും അവളെ കള്ളം പറയും, കല്ലെറിയല്ലേ? യേശു അവളെ കല്ലെറിഞ്ഞോ? യേശു എന്താ നിലത്തെഴുതിയത് എന്നെന്താ യേശു പറയാതിരുന്നത്? അതൊന്നും നമ്മൾ അറിയണ്ട. നമ്മളാ വ്യാഖ്യാനിച്ച്. അത് അവരവരുടെ സ്വയം വ്യാഖ്യാനങ്ങളാ. എനിക്കറിയത്തില്ല. കാര്യം നാളുകളിൽ യേശു എന്താ എഴുതിയെന്ന് ആരും അറിയണ്ട. ഹല്ലേലൂയ. നമ്മുടെ ലൈഫിലും പലപ്പോഴും കർത്താവ് പലതും ഡീൽ ചെയ്യുന്നത് വേറെ ആരെയും അറിയിക്കാത്തത്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. യേശു നമ്മുടെ സ്വകാര്യതകളെ മാനിക്കുന്നു. നിങ്ങൾക്കറിയാമോ? നമ്മുടെ സ്വകാര്യതകളെ യേശു മാനിക്കുന്നു. എന്താ ശമരിയ സ്ത്രീ എന്താ യേശു പറഞ്ഞു വിട്ടെ? ശമരിയ സ്ത്രീക്ക് പേരില്ലായിരുന്നോ? ബിനിജ, റോസമ്മയെന്നോ സൂസമ്മയെന്നോ ഒക്കെ ആയിരുന്നു. എന്താ ശമരിയ സ്ത്രീ എന്ന് പറഞ്ഞു വിട്ട്? ഒരു പക്ഷെങ്കിൽ അതങ്ങനെ പറഞ്ഞങ്ങ് വിടുക. നമ്മുടെ ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എന്തോ നമ്മൾ അതിജീവിത അല്ലേ? അതിജീവിതയ്ക്ക് പേരില്ലേ? ഓരോ അതിജീവിതയ്ക്കും പേരുണ്ട്. ഈ സംഭവം ആദ്യം കൊണ്ടുവന്ന എന്റെ കർത്താവാ.
ആമേൻ. കാര്യം അവളുടെ സ്വകാര്യതകളിലേക്ക് അവളുടെ പേര് പബ്ലിഷ് ആക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിജീവിത ശമരിയ സ്ത്രീക്ക് നാളെ ഒരു കുടുംബജീവിതം ഉണ്ടാകത്തില്ലെന്ന് ആര് കണ്ടു? പക്ഷെ അത് അവളുടെ പേരും അഡ്രസ്സും പറഞ്ഞ് ഒരിക്കലും കർത്താവ്, നമ്മുടെ ചർച്ചിലെങ്ങനാണെങ്കിൽ ആ ചർച്ചിലെ ശമരിയ സ്ത്രീയെ നമ്മൾ കയറ്റി സ്റ്റേജിൽ കയറ്റി ഇന്റർവ്യൂ എടുത്ത് ആദ്യത്തെ ഭർത്താവിന്റെ പേര് പറ. ആദ്യത്തെ ഭർത്താവുമായിട്ട് നീ എത്ര മാസം ഉണ്ടായിരുന്നു? 3. എന്തായിരുന്നു ആദ്യത്തെ ഭർത്താവിൽ നിന്ന് രണ്ടാമത്തെ ഭർത്താവിലേക്ക് പോകാനുള്ള റീസൺ എന്തായിരുന്നു? ഓ, ഇപ്പൊ 5ാമത്തെ ഭർത്താവാണല്ലേ. ഇപ്പൊ 5ാമത്തെ ഭർത്താവുമായിട്ട് നീ ചാത്തന്നൂരിൽ എവിടെയാണ് താമസിക്കുന്നത്? എടാ, പിൻകോഡും PO ഒന്നും കർത്താവ് പറയത്തില്ല. നിന്റെ സ്വകാര്യതകളെ അവൻ മാനിക്കുന്നവനാണ്. ഹല്ലേലൂയ. ശമരിയ സ്ത്രീ, രക്തസ്രാവക്കാരത്തി സ്ത്രീ. എന്താ രക്തസ്രാവക്കാരത്തി സ്ത്രീക്ക് പേരില്ലേ? അവൾക്ക് നാളെ രക്തസ്രാവക്കാരത്തി സ്ത്രീ നാളെ ഒരു കല്യാണം കഴിക്കാൻ പോവും. അത് ചാത്തന്നൂരിലെ ഇത്ര നമ്പർ വീട്ടിലെ ഇത്ര നമ്പർ കുടുംബത്തിലെ ഇത്രാമത്തെ രക്തസ്രാവക്കാരത്തെ സ്ത്രീ അമ്മിണി കൊച്ചമ്മ, അല്ലെങ്കിൽ അമ്മ റോസമ്മ, അല്ലെങ്കിൽ സൂസമ്മ. അവളുടെ സ്വകാര്യതകളിലേക്ക് യേശു വരത്തില്ല. മോനെ, നിന്റെ പ്രശ്നങ്ങളെ നിനക്കൊന്ന് തുറന്നു പറയാൻ പറ്റിയാൽ ഒരൊറ്റയാളും അറിയാതെ അവരിട്ട് ഡീൽ ചെയ്ത് അവിടെ അത് തീർക്കും അവൻ. എന്റെ യേശുവിന്റെ പ്രത്യേകത, നമ്മൾ ഒരാളോടൊരു കാര്യം, എന്റെ ഒരു ബലഹീനത ഞാനിപ്പം സിജുവിനോട് പറഞ്ഞിരിക്കും, സിജു എനിക്ക് ഇങ്ങനെ ഭയങ്കര ബലഹീനത ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ, എത്ര ആളെന്ന് പറഞ്ഞാലും സിജു നാളെ ആ ഒരു കണ്ണിൽ കാണാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ യേശുവിന്റെ അടുക്കൽ പോയിട്ട് നമ്മുടെ ഒരു ബലഹീനത, കർത്താവേ എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട് കേട്ടോ, നീ അതൊന്ന് ഡീൽ ചെയ്യണമെന്ന് പറഞ്ഞ, മോനെ അത് ഡീൽ ചെയ്യും. നാളെ നിന്നെ ആ കണ്ണിൽ അവൻ കാണത്തില്ല. നീ കർത്താവിന്റെ കണ്ണിലെ പ്രതിയല്ല. ആമേൻ. ധൈര്യത്തോടെ ഇന്ന് പകൽ നമുക്ക് അവന്റെ അടുക്കൽ ചെല്ലാൻ പറ്റും. ആമേൻ. നമ്മുടെ പ്രശ്നം എന്താ പറയുക? നമുക്കിത് തുറന്നു പറയാനുള്ള ഒരു ഭയങ്കര മടിയുണ്ട്, ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് അവരുടെ ലംഘനം മറച്ചു വെക്കുന്നവന് അത് മറച്ച് മൂടി വെച്ച ശുഭം. ഏറ്റങ്ങ് പറ കർത്താവേ, പ്രശ്നമാണ്. സ്തോത്രം. ആമേൻ. ഓക്കെ, മടങ്ങി വരാം. അപ്പൊ ഈ പാപം ഒഴികെ സകലത്തിലും നമുക്ക് ഇതൊരു, ഞാൻ പറഞ്ഞത് ഒരു മൈൻഡ് ഗെയിമാണ്. പിശാച് കളിക്കുന്ന എവിടെ? മൈൻഡ് ഗെയിമാണ്. എന്റെ ഇമോഷൻസും എന്റെ ചിന്തകൾക്കകത്തേക്ക് യേശു കർത്താവിനെ 40 ദിവസം ഫ്രഷായി നിൽക്കുന്ന യേശു കർത്താവിനെ പരീക്ഷിക്കുക. അവനെ പെട്ടെന്ന് ദേവാലയത്തിന്റെ അഗ്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ, അവന് ദേവാലയത്തിന്റെ അഗ്രഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോഴും യേശു മരുഭൂമിയിലല്ലേ? അതോ മരുഭൂമിക്ക് പുറത്തു കൊണ്ടുപോയോ? ഇല്ല. അപ്പോഴും അവൻ മരുഭൂമിയില്ല. അപ്പൊ എവിടെയാണ് ഈ സാധനം കയറിപ്പോയത്? ഇമാജിനേഷൻ. പിശാച് എവിടെ കളിക്കുന്നത്? ഇമാജിനേഷൻ. ഞാൻ ഈ കസേരയിൽ, ഇൻക്രൈസ്റ്റ് ചർച്ചിന്റെ കസേരയിൽ ഇരിക്കുമ്പോഴും എനിക്കിപ്പോ എവിടെല്ലാം പോവാന്നറിയോ? എന്നെ എവിടെല്ലാം കൂട്ടിക്കൊണ്ടു പോകുന്നറിയോ ഈ പുള്ളി? ഹല്ലേലൂയ. എന്നെ എവിടെല്ലാം കൊണ്ടുപോയി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യിക്കുന്നറിയോ? യേശു കർത്താവിനെ അവിടെ നിൽക്കുമ്പോൾ, അവൻ മരുഭൂമിയിൽ നിൽക്കുമ്പോൾ തന്നെ അവനെ ഇമാജിനേഷന്റെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയി. അപ്പൊ പിശാചിന്റെ മൈൻഡ് ഗെയിം എന്താണ്? ചെറിയൊരു മുട്ടുവേദന വരുമ്പോഴത്തേനും, അയ്യോ ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ നടക്കത്തില്ല. ആര് പറഞ്ഞു നടക്കത്തില്ലെന്ന്? നിന്റെ ഇമാജിനേഷൻ. സ്തോത്രം. 10ാം ക്ലാസ്സിൽ എല്ലാത്തിനും A+, ഒരെണ്ണത്തിന് B+ ആയിപ്പോയി. അയ്യോ, നിങ്ങളാരൊന്നും മിണ്ടുന്നില്ലെന്ന് പറ്റി. ഇതിങ്ങനെ ചില ആൾക്കാരുടെ ഇമാജിനേഷൻ കണ്ടാൽ നമ്മുടെയൊക്കെ വീട്ടിലൊരു കുഞ്ഞുങ്ങൾക്ക് ചുമയ്ക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യമില്ല. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ചുമയ്ക്കാനുള്ള ഫ്രീഡം ഉണ്ടെന്ന്. ഉടനെ ഒരു കൊച്ചു ചുമച്ചു കഴിഞ്ഞാൽ ഉടനെ അമ്മ ഇത് നോക്കുക, ഈ ചുമ എന്തുകൊണ്ടാണ് വന്നത്? ഈ ചുമയുടെ പുറകിൽ ബ്രെയിൻ ട്യൂമറാണോ? നിന്നെയൊക്കെ അടിക്കണം സത്യത്തിൽ. ആവശ്യമില്ലാത്ത ഇമാജിനേഷൻ. അങ്ങ് പോവുക. സ്വത്രം. ഇങ്ങനെ ഇമാജിനേഷന്റെ തുമ്പത്ത് പിന്നാക്കൾ ആ സ്ഥലത്ത് കൊണ്ട് നിർത്തുവൻ. ഇങ്ങനെ കൊണ്ടുപോയി അതിന്റെ അഗ്രത്ത് കൊണ്ട് നിർത്തും. എന്നിട്ട് പറയും ചാടാന്ന് പറയും. എന്തോ കളിയല്ലേ? ചിലരങ്ങ് ചാടും.
ആമേൻ. ചിലരെയൊക്കെ ഇതിന്റെ അറ്റത്ത് കൊണ്ടുപോയിട്ട് പറയും, നിന്നെ കൊണ്ടൊരു കാര്യമില്ല, നീ മരിച്ചോളാൻ പറയും. എത്ര പേരാ ഈ സൂയിസൈഡ് ടെൻഡൻസി ഉള്ള ആളുകൾ എന്നറിയോ? ഇമാജിനേഷൻ, എൻ്റെ അപ്പൻ എന്നെ ഇഷ്ടമല്ല, എൻ്റെ അമ്മ എന്നെ ഇഷ്ടമില്ല. അപ്പന് നിനക്ക് ഇഷ്ടമല്ലായിരുന്നു, അമ്മയ്ക്ക് നിന്നെ ഇഷ്ടമല്ലായിരുന്നു, നിന്റെ കൂടെ കൊണ്ട് നടക്കുവോ? നിന്നെ സ്കൂളിൽ പഠിക്കാൻ വിടുവോ? അപ്പനും അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു, നിന്നെ പോലെ അമ്മത്തൊട്ടിലിൽ കൊണ്ട് കളഞ്ഞാന്. തിരുവനന്തപുരത്ത് അമ്മത്തൊട്ടിലുണ്ട്, അമ്മത്തൊട്ടിൽ. അവിടെ കൊണ്ട് കളഞ്ഞാന്. അയ്യോ, എന്റെ അപ്പൻ എന്നെ വേണ്ട, എന്റെ അമ്മയ്ക്ക് എന്നെ വേണ്ട. ഇങ്ങനെ അങ്ങ് അഗ്രത്ത് കൊണ്ടുപോയി നിന്നെ നിർത്തുമായി എഡ്ജി കൊണ്ടുപോയിട്ട് പറയും, ചാടിക്കൂടാന്ന് പറയും. യേശുവിന്റെ നാമത്തിൽ ഇതിന് ജയിക്കാൻ ഒരു തന്ത്രമുണ്ട്. പൗലോസ് പറയുന്നു, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന എല്ലാ ഉയർച്ചകളെയും നീ പിടിച്ചടക്കണം. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, ഞാൻ ഇന്ന് രാത്രി ദൂത് പറയുമ്പോൾ ചിലരുടെ ബ്രെയിനകത്തേക്ക് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്, ഇമാജിനേഷന്റെ. എന്നിട്ട് ഈ ഇമാജിനേഷന്റെ അകത്തേക്ക് എന്താ ചെയ്യുന്നറിയോ? വളരെ തന്ത്രപരമായി അവന്റെ സിഗ്നലുകളെ കയറ്റിവിടും, അവന്റെ തോട്ട്സും കൂടെ കയറ്റിവിടും. ഹല്ലേലൂയ. കർത്താവിന്റെ ഒരു പ്രത്യേകത, കർത്താവ് ഒരിക്കലും നമ്മുടെ ഫ്രീ വില്ലിനകത്ത് കയറി ഇടപെടത്തില്ല. ആമേൻ. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഒരു റോബർട്ടായിട്ടല്ല ചിന്തിച്ച, റോബോട്ട്. ആമേൻ. ആദമിനെ അവയും കീ കൊടുത്ത് വിട്ടേക്കുക. ആ തോട്ടത്തിനടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് ചില കാറുകളില്ലേ, കീ കൊടുത്ത് വിടുന്ന കാർ, ഒരിടത്ത് പോയി ഇടിച്ചിട്ട് തിന്നു. അപ്പൊ താഴെ റൗണ്ട് സാധനമുണ്ട്, കറങ്ങി വരും. ആ വൃക്ഷത്തിനടുക്കൽ ചെല്ലുമ്പോൾ ആദം കറങ്ങി. ഇങ്ങനൊന്നുമില്ല. നിനക്ക് അതിനു മുമ്പിൽ പോയി നിൽക്കാം, നിനക്ക് കാണാം. നീ കണ്ടാലും ഒന്നും മിണ്ടത്തില്ല, നീ തിന്നാലും ഒന്നും കയറി ഇടപെടത്തില്ല. നിന്റെ ഫ്രീ വിൽ, ദൈവം നിന്നെ വിശ്വസിക്കുന്നു, ദൈവം നിന്നെ വിശ്വസിക്കുന്നു. നിന്റെ ഫ്രീ വില്ലിനകത്ത് ഓവർ റൂൾ അവൻ ചെയ്യത്തില്ല. അപ്പൊ കർത്താവ്, ചിലർ ഒത്തിരി പേർ, കർത്താവ് എന്താ എന്നോട് ഇടപെടാൻ, അങ്ങനെ ചിന്തിച്ചപ്പോ ഇങ്ങനെ. കർത്താവ് ഇടപെടത്തില്ല മോനെ. കർത്താവ് നിന്നെ വിശ്വസിക്കുന്നു, ദൈവം നിന്നെ വിശ്വസിക്കുന്നു. അപ്പൊ ഈ അഗ്രത്തിൽ കൊണ്ടുപോയിട്ട് അവന്റെ തോട്ട്സ് കൊണ്ട് കയറ്റും. അവന്റെ തോട്ട്സ് ഇങ്ങനെ കൊണ്ട് കയറ്റും, ഇൻജക്ട് ചെയ്ത് കയറ്റും. ഭയങ്കര തന്ത്രപരമായിട്ടല്ലേ കയറ്റുന്നത്. എന്നിട്ട് സൂപ്പർ ഐഡിയ അവൻ പറഞ്ഞു തരും, അടിപൊളി ഐഡിയ. നമ്മളൊക്കെ ഞെട്ടിപ്പോവും ഈ പിശാചിന്റെ ഐഡിയ കേട്ടോ. നിന്നെ തകരാനുള്ള, നിന്നെ തകർക്കാനുള്ള, നിന്നെ തോൽപ്പിക്കാനുള്ള സൂപ്പർ ഐഡിയ അവൻ പറഞ്ഞു തരും. ആമേൻ. സജഷൻസും വെക്കും, സജഷൻസ് ഒക്കെ പറഞ്ഞു തരും കേട്ടോ. അങ്ങനത്തെ സൂപ്പറാ, നീ അവരെ നോക്ക്, ഇങ്ങോട്ടൊക്കെ നോക്കെന്ന് പറയും. ഹല്ലേലൂയ. എന്നിട്ട് അതിന് പറ്റുന്ന പിക്ചേഴ്സ്, അതിന് പറ്റുന്ന ഇമാജിനേഷൻസ് എല്ലാം നിന്റെ അകത്തൊന്ന് ഓൺ ചെയ്തിടും. അത് ഓൺ ചെയ്തിടുമ്പോൾ ആൾറെഡി നമ്മുടെ ഫ്ലഷിനകത്ത് ഇതിനോട് താല്പര്യമുള്ള ആളാ. മനസ്സിലാവുന്നുണ്ടോ? ഈ ഫ്ലഷിനകത്ത് താല്പര്യം ഉള്ളത് കൊണ്ട് ആ പിശാചിന്റെ സിഗ്നലും, പിശാചിന്റെ പിക്ചറും, പിശാചിന്റെ സജഷൻസും, പിശാചിന്റെ ഇമാജിനേഷനും എല്ലാം കൂടെ നമ്മുടെ അതിനകത്തോട്ടിട്ട്, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മളൊന്ന് താലോലിച്ച് നമ്മൾ അതുമായിട്ട് സങ്കല്പിക്കും. നമ്മൾ അതുമായിട്ട് എന്ത് രസമായിരിക്കും. ഇങ്ങനെ സങ്കല്പിച്ച് സങ്കല്പങ്ങളുടെ കോട്ടയ്ക്കകത്തേക്ക് നീ കയറി കഴിയുമ്പോൾ അവൻ പതിയെ, നിങ്ങളറിയത്തില്ലേ, ഈ ഡെഡ്ലി ഗെയിംസ് ഒക്കെ ഉണ്ട്. ആമേൻ. യേശുവിന്റെ നാമത്തിൽ അതിനെയൊക്കെ ജയിക്കാനുള്ള ഒരു പ്രത്യേക കൃപ ഞാൻ ആത്മാവിൽ ഇന്ന് രാത്രി നിങ്ങളോട് പറയുകയാണ്. നിങ്ങളുടെ ചിന്തകളെ പരിശുദ്ധാത്മാവിന് സമർപ്പിക്കണം. നിങ്ങളുടെ മൈൻഡ് സെറ്റുകൾ കർത്താവിന്റെ ചിന്തകളായി മാറണം. എങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ചിന്തിക്കുന്നത് ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ ചിന്തിക്കും. നമ്മളുടെ വായിൽ വെള്ളം വരും, മാങ്ങ തിന്നുമ്പോൾ നമ്മുടെ വായിൽ വെള്ളം വരും, ഇതെല്ലാം ഉണ്ട്. പക്ഷെ അതിനെ നമ്മൾ പ്രോസസ് ചെയ്യുന്ന ബ്രെയിനകത്തോട്ട് കയറുമ്പോൾ അവിടെ പിശാചിന്റെ സിഗ്നലുകളല്ല, അവിടെ ഹോളി സ്പിരിറ്റിന്റെ സിഗ്നലുകൾ കയറി പിടിക്കണം. ആമേൻ. അവിടെ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നീ അവിടെ ലൈവാക്കിയിട്ടിരിക്കണം. അത് ദൈവവചനവുമായിട്ട് ഒന്ന് തട്ടിച്ച് നോക്കണം. ഈ ചിന്ത ദൈവവചനത്തിൽ നിന്നുള്ള ചിന്തയാണോ അതോ ദൈവവചനത്തിന് പുറത്തുള്ള ചിന്തയാണോ?
കർത്താവ് ഒരിക്കലും മരിക്കണം എന്നൊരു ചിന്ത ആർക്കെങ്കിലും തരുമോ? ഒരിക്കലും തരത്തില്ല. അപ്പൊ സൂയിസൈഡ് തോട്ട്സ് വരുന്ന എവിടുന്ന? കർത്താവ് എപ്പോഴെങ്കിലും ആരെങ്കിലും മോഷ്ടിക്കാനോ കൊല്ലാനോ സിഗ്നൽ തരുമോ? ഇല്ല. കർത്താവ് വീട്ടിൽ നിന്ന് ഒളിച്ചോടാൻ സിഗ്നൽ തരുമോ? അപ്പൊ ഇതെല്ലാം പിശാചിന്റെ, ഇത് വചനത്തിന്റെ ബേസ്. കർത്താവ് എങ്ങനെ മരുഭൂമി ജയിച്ച് അറിയത്തില്ലേ? അവൻ ദൈവപുത്രനാണോ ദൈവപുത്രനല്ലയോ എന്നൊന്നും ചോദിച്ചില്ല. അവൻ വചനം പറയുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ടെംപ്ടേഷനെ ജയിക്കണമെങ്കിൽ, പിശാചിനെ ജയിക്കണമെങ്കിൽ, ആമേൻ, രണ്ട് മേഖലയിലാണ് പിശാചിനെ ജയിക്കുന്നത്. വെളിപ്പാട് പുസ്തകം പറഞ്ഞിട്ടുണ്ട്, അവർ തങ്ങളുടെ സാക്ഷ്യവചനത്താലും കുഞ്ഞാടിന്റെ രക്തത്താലും, കുഞ്ഞാടിന്റെ രക്തത്താലും തങ്ങളുടെ സാക്ഷ്യവചനത്താലും അവർ പിശാചിനെ ജയിച്ചെന്നാ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. നിനക്കൊരു സാക്ഷ്യമുണ്ട്. ഇന്നലകളിൽ നിന്നെ വിജയിപ്പിച്ചൊരു സാക്ഷ്യമുണ്ട്. ആ സാക്ഷ്യം ഇന്നത്തെ നിന്റെ പ്രശ്നത്തോടെ നീ പറയണം. എന്തിനാ സാക്ഷ്യം പറയുന്നത്? സാക്ഷ്യം പറയുന്നത് മീഡിയ കേൾക്കാൻ വേണ്ടിയല്ല. എന്നെ ഇന്നലെയിൽ, ആമേൻ, എന്താ പറഞ്ഞു, എന്നെ ഇന്നലെ ജയിപ്പിച്ച ഒരു ദൈവമുണ്ട്. സാക്ഷ്യത്തിന്റെ, അതുകൊണ്ടാ പറഞ്ഞ സാക്ഷ്യത്തിന്റെ കൽപ്പലക, സാക്ഷ്യത്തിന്റെ കൽപ്പലക. യോർദാനിൽ നിന്ന് പോകുമ്പോൾ ദൈവം യോശുവായോട് പറഞ്ഞു, ചില കല്ല് പറക്കി നിന്റെ വീട്ടിൽ കൊണ്ടുവച്ചേക്കണം. എന്തിനാ? നാളുകളിലും നിന്റെ വീട്ടിൽ ഒഴുകുന്ന മരണ യോർദാനെ നോക്കിയിട്ട് നിന്റെ തലമുറ പറയണം, എന്റെ അപ്പന്മാർ ഇതുപോലെ ഒരിക്കൽ കയറി വന്നതാ, അവിടെ ഞങ്ങളെ വിടുവിച്ചൊരു ദൈവമുണ്ട്. ഓ, സാക്ഷ്യമില്ലാതെ വരുമ്പോഴാണ് നമ്മൾ തകർന്നു പോകുന്നത്. എത്ര പേരുടെ വീട്ടിൽ ഇങ്ങനെയുള്ള കല്ലുകളൊക്കെ ഇരിപ്പുണ്ട്. നിന്റെ മോള് തോറ്റിട്ട് വരുമ്പോ നിന്റെ തോൽവിയിൽ നിന്നെ ജയിപ്പിച്ച കല്ലിനത്ത് കാണിക്കണം. അമ്മേ, അമ്മേ, നിന്റെ കുഞ്ഞു വല്ലാതെ ഡിപ്രസ്ഡ് ആകുമ്പോൾ നീ പറയണം, എന്റെ മോനെ, ഇതുപോലൊരു സമയത്ത് ഞാനും ഡിപ്രസ്ഡ് ആയിരുന്നടാ, എന്നെ വിജയിച്ചൊരു ദൈവം ഉണ്ടടാന്ന് പറയണം. ആമേൻ. നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റും. അപ്പൊ 3 മേഖലയിലെ, ആമേൻ, പൈശാചിക മേഖലകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി പിശാചിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇനി നമുക്ക് എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാം? ഇന്ന് രാത്രി ഒന്ന് വായിച്ചോ. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ, നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ എന്താ എഴുതിയിരിക്കുന്നത്? ഒന്ന് വായിച്ചേ. 1 Corinthians chapter 10 verse 12 and 13. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. നിങ്ങൾ ഓരോ പ്രശ്നത്തിനകത്തൂടെ പോകുമ്പോഴും, നിനക്ക് ഓരോ പ്രതിസന്ധി കൂടെ പോകുമ്പോഴും നീ അറിയേണ്ട ഒരു കാര്യം, അവൻ നിനക്ക് നടപ്പാൻ പറ്റാത്തൊരു സാധനം അവൻ ഏൽപ്പിക്കത്തില്ല. പിന്നെ നീ പോലും അറിയാത്ത പരീക്ഷയ്ക്കകത്ത്, പരീക്ഷയോടുകൂടെ ഒരു പോക്കുവഴി, ഒരു വിടുതലിന്റെ ഒരു റൂട്ട് അതിനകത്ത് അവൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ വെക്കാതെ നിന്നെ അതിനകത്തോട്ട് വിടത്തില്ല. നമ്മളിപ്പം ചർച്ചയായിട്ട് പല പ്രതിസന്ധി കൂടെ കയറി പോവാ. പക്ഷെ എനിക്ക് ഈ വചനം ഭയങ്കര വിശ്വാസമാ. ഈ പരീക്ഷയിൽ നമ്മൾ ജയിക്കും. ഈ സീസൺ നമ്മൾ അതിജീവിക്കും. കാര്യം ഇതിനകത്തും ഒരു പോക്കുവഴി എന്റെ ദൈവം ഒപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? ഒന്ന് പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പറയട്ടെ. നിങ്ങൾ ജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ വ്യക്തിപരമായി അറിയണം, കാൽവരി ക്രൂശിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഓരോ ദൈവ പൈതലും അറിഞ്ഞിരിക്കണം. 3 ഏരിയയിലെ പരീക്ഷ, 5 ഏരിയയിൽ കൂടെ വരുന്ന വിടുതൽ. ഇത്രയും പറഞ്ഞു നിർത്താം. 3 ഏരിയയിലെ പരീക്ഷ, ഒന്ന് ലോകത്തിൽ നിന്നുള്ളത്, ജഡത്തിൽ നിന്നുള്ളത്, പിശാചിൽ നിന്നുള്ളത്. ഈ 3 ജയിക്കുന്ന 5 സീക്രട്ടുകൾ പറഞ്ഞ് ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത്, ക്രൂശിൽ എന്താണ് നടന്നത് എന്ന് അറിയണം. ക്രൂശിൽ പിശാചിന്റെ തലയവൻ തകർത്തു, പ്രിയപ്പെട്ടവരെ. പരീക്ഷകന്റെ തലയവൻ തകർത്തു, പ്രിയപ്പെട്ടവരെ. അവന്റെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ ഇല്ല, പ്രിയപ്പെട്ടവരെ. അവന്റെ കയ്യിൽ തന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ, പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ക്രൂശിന്റെ വിജയം അസാധാരണമായ വിജയമാണ്. എനിക്ക് തോന്നും, നമുക്കറിയത്തില്ലെങ്കിൽ ഈ പണ്ടുള്ള സിനിമയിലൊക്കെ, പണ്ടത്തെ സിനിമയിൽ, ഇപ്പോഴത്തെ കാര്യമല്ല, പണ്ടത്തെ സിനിമയിലൊക്കെ പ്രേതം വരുമ്പോൾ കുരിശെടുത്ത് കാണിക്കുമല്ലോ. അത്രയും വെളിപ്പാട് പോലും നമുക്കില്ലല്ലോ. അത്രയും വെളിപ്പാട് പോലും സിനിമ പണ്ടെങ്ങാണ്ട് കണ്ട്. അന്നത്തെ യക്ഷിക്കും പ്രേതത്തിനും ഒക്കെ കുറച്ചുകൂടെ സൗന്ദര്യം ഉണ്ടായിരുന്നു, നല്ല ഗ്ലാമറൊക്കെ ഉണ്ട്.
വെള്ള വസ്ത്രം ധരിച്ച് വെള്ള ബ്ലൗസ് ഒക്കെ ഇട്ട് മുടിയൊക്കെ പറത്തി. പേടിക്കരുത് രാത്രി ആരും. അപ്പോ വലിയ ഇത്രയും ഗ്ലാമർ പോലും ഇല്ല ടിനു കുരിശ്. 2 കമ്പെടുത്ത് ഇങ്ങനെ കാണിക്കും. അത്രയും മതി പിശാച് പോകുമെന്ന് സിനിമാക്കാരനറിയാം, പെന്തക്കോസുകാരാ നിനക്കറിയത്തില്ല. അവൻ സിനിമ കണ്ടവരായിരുന്നു ചിരിക്കുന്നത്, സൂമിനകത്തൊക്കെ ഇരുന്ന്. എന്റെ കൂടെ ഉണ്ടോ? നമുക്ക് ഈ സാധനം അറിയത്തില്ല. ക്രൂശിൽ നീ കമ്പും കുരിശും ഒന്നും വേണ്ട. ക്രൂശിൽ എന്താ നടന്നത്? നീ ക്രൂശിനോട് ഏകീഭവിക്കപ്പെട്ടവനാണെന്നും നീ സ്നാനത്താൽ അവന്റെ ക്രൂശുമായിട്ട് ഏകീഭവിക്കപ്പെട്ടവനാണെന്നും ഇനി ക്രൂശ് കാണേണ്ട സത്യത്തിൽ നിന്നെ കണ്ടാ മതി. ക്രൂശിന്റെ വെളിപ്പാടുള്ള നിന്നെ കണ്ടാ മതി. എന്റെ കൂടെ ഉണ്ടോ? നമ്മൾ ക്രൂശ് കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറയും, ക്രൂശ് കാണിച്ചിട്ടും പേടിക്കാത്ത പ്രേതങ്ങൾ നിന്നെ കാണുമ്പോ പേടിക്കും. കാര്യം നിന്റെ അകത്ത് കമ്പല്ല കിടക്കുന്നത്, നിന്റെ അകത്ത് ക്രൂശിന്റെ റെവലേഷൻ കിടക്കുകയാണ്. ഹല്ലേലൂയ. റോമാലേഖനം 6-ാം അധ്യായത്തിലൊക്കെ നമുക്ക് അറിയാവുന്ന വാക്യങ്ങളാണ് ക്രൂശിന്റെ വെളിപ്പാട്. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം എന്ത് എഴുതിയിരിക്കുന്നു? പെട്ടെന്ന് 3-4 വാക്യമായി. റോമർ 6:6. നാം ഇനി പാപത്തിന്റെ അടിമപ്പെടാതെ വണ്ണം, നാം ഇനി ഈ ടെംപ്ടേഷനും ഈ ടെംപ്റ്ററിനും അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അയ്യോ, അറിയുന്നു. ക്രൂശ് യേശുക്രിസ്തുവിന് വേണ്ടി മാത്രമുള്ളതല്ല. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടപ്പോൾ നമ്മളും അതിന്റെ കൂടെ ക്രൂശിക്കപ്പെട്ടു എന്നതിന്റെ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് വേണം. ഞാനും ക്രൂശിക്കപ്പെട്ടവൻ. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. എന്താ നീ പാപശരീരത്തിന് അടിമപ്പെട്ടു പോകുന്നത്? നീ സ്നാനപ്പെട്ടത് എന്തിനാന്ന് പോലും നിനക്കറിയത്തില്ല. സ്വത്രം. ആമേൻ. ആ വാക്യം ഒന്നുകൂടെ വായിരു ബിനോയ്. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം. നാം എന്നുള്ള വാക്ക് റൈസൻ തോമസ് ഞാൻ വായിക്കട്ടെ. റൈസൻ തോമസ്, ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന്, റൈസൻ തോമസിന്റെ പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ, റൈസൻ തോമസിന്റെ പഴയ മനുഷ്യൻ അവനോടുകൂടെ യേശുക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് റൈസൻ തോമസ് അറിയണം. ഞാൻ കൂടെ പറയാറുണ്ട്, നമ്മൾ ചത്തയാളാ, നമ്മൾ ക്രൂശിക്കപ്പെട്ടയാളാ. ഞാൻ കൂടെ പറയാറുള്ള ഉദാഹരണമാണ്. ആർക്കാം ടോണിക്ക് ഭയങ്കര ഐസ്ക്രീം ഇഷ്ടമാന്നിരിക്കട്ടെ. ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഐസ്ക്രീം ഉദാഹരണം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നീ കേൾക്കാത്തവർക്ക് വേണ്ടി. അങ്ങനെ ടോണി അങ്ങ് മരിച്ചുപോയി. ഞങ്ങളെല്ലാം കൂടെ ഞങ്ങളുടെ കുമ്മല്ലൂർ സെമിത്തേരിക്കകത്തോട്ട് ഫ്യൂണറൽ സർവീസ് പോവാ. പേടിക്കൊന്നും ചെയ്യല്ലേ, പേടിച്ചു. നമുക്ക് ഇതല്ലേ ഈ പേടിയാ. എന്തിനായി പേടിക്കുന്നത്? ഉടനെ ഇമാജിനേഷൻ. എടാ ഈ മമ്മൂട്ടി, മോഹൻലാലും, കവിയൂർ പൊന്നമ്മയും, KPSC ലളിതയൊക്കെ എത്ര പ്രാവശ്യം ശവപ്പെട്ടിക്കകത്ത് പഞ്ഞിയും വെച്ച് കിടന്നിട്ടുണ്ടെന്ന് അറിയോ? സ്വത്രം. അമിതാഭ് ബച്ചൻ എത്ര പ്രാവശ്യം കിടന്നിട്ടുണ്ടെന്ന് അറിയോ? നമുക്ക് സമയമാ രഥമൊന്ന് പാട്ട് കേൾക്കുമ്പോഴേ നമുക്ക് പ്രശ്നം. എന്തോടാ ചിരിക്കുന്നത്? നിനക്ക് കയറി കിടക്കാവോ? സത്യോടെ കയറി കിടക്കാവോ? എന്താ പറ്റിയേ? എന്താ പേടി? എന്താടാ? മമ്മൂട്ടി കിടക്കും, മോഹൻലാൽ കിടക്കും. സിനിമ കണ്ടിട്ടില്ലേ നീ? സിനിമ കണ്ടിട്ടേ ഇല്ലയോ? കണ്ടോ? എല്ലാം കയറി കിടക്കുന്നുണ്ടോ? അച്ഛൻ ഒപ്പീസും ഇല്ലെന്ന് കണ്ടിട്ടുണ്ടോ? ഏറ്റവും ഫ്രണ്ടിൽ. അത് പ്രൊഫറ്റിക്കൽ ആക്ഷൻ ഒന്നും അല്ലടാ. ഞങ്ങൾ ഇവിടെ പറഞ്ഞ പേരൊന്നും പറയുന്നില്ല. നമുക്ക് പേടിയാ. ബിനിജാനെ അങ്ങോട്ട് ഏറിയപ്പോലും വരത്തില്ല. പോർത്ത് ഏറിയപ്പോലും ഞാൻ വരുന്നില്ല. പണ്ട് നമ്മുടെ ചർച്ചില് നമ്മുടെ ജയശ്രീയുടെ നമ്മുടെ പൊന്നി ജയശ്രീയുടെ ഭർത്താവ് ബാലൻ ചേട്ടൻ മരിച്ചപ്പോൾ
ഭയങ്കര പ്രയാസമായിരുന്നു, ഭയങ്കര സങ്കടമായിരുന്നു. പഴയ ചർച്ചിലെ നമ്മളെ അജോ ഉണ്ടല്ലേ, പഴയ ചർച്ചിൽ ടോണി ഉണ്ടല്ലേ. അപ്പൊ അന്നാണ് ഞാൻ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ പുനരുത്ഥാനത്തിന്റെ മർമ്മം എന്ന വിഷയം പ്രസംഗിക്കും. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ എനിക്കൊന്ന് 5 or 6 ആഴ്ച ഞാൻ പ്രസംഗിച്ചു. ആ പ്രസംഗത്തിന്റെ അവസാനം എന്താണ് മരണം, എന്താണ് മരണമെന്ന് ഞാൻ പറയുക. അവസാനം ആ മരണത്തെ നോക്കിയിട്ട് അപ്പോസ്തലനായ പൗലോസ് ഒരു പുച്ഛഭാവത്തോട് ചോദിക്കുക, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? ഭയങ്കരമായിട്ട് ചോദിക്കുക വെച്ചാ. എന്നിട്ട് പറഞ്ഞ അവൻ ആ മരണം എന്താന്ന് മനസ്സിലാക്കിയിട്ട് അവസാനം ഞാൻ പറഞ്ഞു, എബേസിനടുത്തും ബെന്നിയൊക്കെ നമ്മുടെ കൂടെ ചർച്ച കൊല്ലത്തോട്ട് പോയിട്ടില്ല. ഞാൻ പറഞ്ഞു, ബെന്നി ഒരു ശവപ്പെട്ടി വാങ്ങിക്കണം, ഒരു ശവപ്പെട്ടി വാങ്ങിക്കണം. എന്നിട്ട് എനിക്ക് ചർച്ചിന്റെ നടുക്ക് വെച്ച് അതിനകത്ത് കയറി കിടന്നിട്ട് ഈ ജനത്തിന്റെ പേടി മാറ്റണം, ഈ ജനത്തിന്റെ പേടി മാറ്റണം. അപ്പൊ എന്റെ സഹോദരന്മാര് നല്ല സഹോദരന്മാരുണ്ട്. അവർ പറഞ്ഞ ആവശ്യത്തിലേറെ വിമർശനം അച്ഛൻ ആവശ്യത്തിലേറെ വിമർശനം, ഇനി ഇതുകൂടെ വേണോ അച്ഛൻ? ഞാൻ പറഞ്ഞ അതല്ല വിഷയം. ഈ ജനത്തിന് പേടി മാറണം, ഈ ജനത്തിന് പേടി മാറണം. കാരണം ഞാൻ പറഞ്ഞ അവന്മാര് ചെയ്യും. പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട. എന്നിട്ട് ഞാൻ അവിടെ 2 ഡോർ ഉണ്ടാക്കി, 2 ഡോർ. ആ ഡോറിനകത്താണ് ഇപ്പോഴും എൻ്റെ തുണി തൂക്കിയിടുന്നത് വീട്ടില്. അതിനകത്തൊന്ന് മരണം എന്നാണ് ആ ഡോറിന്റെ പേര്, മരണം. ടോണിക്ക് ഓർമ്മയുണ്ടോ അത്? പിരിച്ചാനില്ലെന്ന്. മരണം എന്നാണ് ആ ഡോറിന്റെ പേര്. ഈ മരണത്തിന്റെ ഡോറിൽ കൂടെ നീ കയറിപ്പോയാൽ നിനക്ക് സംഭവിക്കുന്നത് എന്താ? ആമേൻ. മരണം നിന്റെ അവസാനമല്ല, മരണം നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാശയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാ പറയുന്നത് മരിക്കുന്നത് ലാഭം, മരിക്കുന്നത് ലാഭം. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നു, അന്ന് ആ ഡോറിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കുഞ്ഞുങ്ങളും ആൾക്കാരും എല്ലാം നടന്നു. അമ്മേ, ഞാൻ പറഞ്ഞു വന്നത് മരണത്തെ പേടിക്കരുത്. അമ്മേ, കർത്താവ് പറയുന്നതിനും വരെ കർത്താവിന്റെ ദൗത്യം തികച്ച നമ്മളെല്ലാവരും മരിക്കും. അതല്ലെങ്കിൽ കർത്താവ് വരും. ആമേൻ. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ ശുശ്രൂഷയിലായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. കാഞ്ഞിരപ്പള്ളിയിൽ ഞാൻ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ആ അപ്പച്ചനെയൊക്കെ ഓർത്ത് നമുക്ക് ഭയങ്കര സ്വതന്ത്രമാണ്. അപ്പച്ചനെ അടക്കാനുള്ള കല്ലറ അപ്പച്ചൻ തന്നെ വെട്ടി. എന്തോ മനുഷ്യനാച്ച. അപ്പച്ചൻ തന്നെ കല്ലറ വെട്ടി. അപ്പച്ചനെ അടക്കണ്ടപ്പോൾ അപ്പച്ചനെ അടക്കണ്ട ശവപ്പെട്ടി വാങ്ങിച്ച് അപ്പച്ചന്റെ വീടിന്റെ കട്ടിലിന്റെ കീഴിൽ വെച്ചിട്ട് അപ്പച്ചൻ കിടന്നുറങ്ങുമോ? പേടിക്കണ്ട. അജോ ഞാൻ ഇരിക്കുന്നിട്ട് എന്നിട്ട് എന്തോ മനുഷ്യന്മാരെ അവരൊക്കെ, സ്വത്രം. എന്റെ കൂടെ ഉണ്ടോ? ഒരു നല്ല ഹല്ലേലൂയ പറ. എന്നിട്ട് ഈ പുള്ളി രസമൊന്നല്ലേ, പുള്ളി കൂടെ കയറി ഇടന്ന് ഇതിനകത്ത് കയറി കിടക്കും. മരുമോൾക്ക് പേടിയും. ഭർത്താവ് ഗൾഫിലായി, മരുമോളാ അവിടെ ഉള്ള. മരുമോള് ഞാൻ അവിടെ, അന്ന് എനിക്ക് 26 വയസ്സേ ഉള്ളൂ. ഞാൻ നമ്മുടെ ശുശ്രൂഷയ്ക്ക് ചെല്ലുമ്പോൾ ആവേശവും ബിനോയുടെ അത്രേ ഉള്ളൂ, ശരീരവും അവന്റെ അത്രേ ഉള്ളൂ, ഫിസിക്കലി ഇത്രയൊക്കെ ഉള്ളൂ. അവിടെ ചെല്ലുമ്പോൾ ആവേശത്തോടു കൂടി ആ മരുമോള് പറയും, എന്റെ പാസ്റ്ററെ എനിക്ക് ആ മുറി കയറാൻ പേടിയാ, ആ സാധനം അവിടെ ഇരിക്കുന്നു. എന്നിട്ട് ഈ പുള്ളി എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഞാനങ്ങ് മരിച്ച പാസ്റ്റർ എന്തായിരിക്കും എന്നെ കുറിച്ച് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നത്? അത് ഇപ്പോ ഞാൻ ഇതിനകത്ത് കയറി കിടന്നു തരാം, പാസ്റ്റർ ഒന്ന് പ്രസംഗിക്കാം. ഞാൻ കള്ളം പറയുമല്ല. മരണമൊക്കെ ഒരുമാതിരി, മരണം ചത്ത അവിടെ നിൽക്കും അവരുടെ മുമ്പിൽ. ഇതാ അവരുടെ അപ്രത്യാശ. അപ്പച്ചൻ പിന്നീട് ഒത്തിരി നാൾ ജീവിച്ചിരുന്നു. അപ്പച്ചൻ മരിച്ചു. അപ്പച്ചൻ വാങ്ങിച്ച ശവപ്പെട്ടിക്കകത്ത് പിള്ളേർ റെഡിയാക്കി, എല്ലാം ഓക്കെ, ഒന്നിനും ഭാരപ്പെടേണ്ടി വന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞ വിഷയം ഇതല്ല. ഇങ്ങനെ മരണത്തെ കുറിച്ച് പറയുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അങ്ങോട്ട് പോകുന്ന വഴിക്ക്, ടോണി നീ ഇങ്ങനെ ഒരു സംഭവത്തിൽ ഇങ്ങനെ കിടക്കും. അപ്പൊ ഈ ഐസ്ക്രീം ഭയങ്കര കൊതിയാണേ നിനക്ക്. അങ്ങനെ പോകുന്ന വഴിക്ക്
ഒരു നമ്മുടെ ആ ഇത്തിക്കര പാലമൊക്കെ കഴിഞ്ഞ വഴിക്ക് ഇപ്പോഴത്തെ നല്ല ഐസ്ക്രീമിന്റെ പേരെന്തോ, ആ സാധനം കുറച്ചുകൂടെ നല്ല സാധനം പറയുന്നത് ബാസ്കിൻ റോബിൻസൺ. ആ സാധനത്തിന്റെ ഒരു ഭയങ്കര വണ്ടി ഇത്തിക്കര അങ്ങ് മറിഞ്ഞു. നിന്റെ കൂടെ വന്നവര് എല്ലാം പോയി ഐസ്ക്രീം മാന്തുക. ചുരുക്കി പറഞ്ഞ കൊയറിൽ നിന്ന എല്ലാരും പോയി, അജോ ഉൾപ്പെടെ പോയി. നീ എഴുന്നേറ്റ് പോവോ? നിനക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റുമോ? എന്താ കാര്യം? നീ ചത്തുപോയി. നീ സഞ്ജുവേ, നീ മരിച്ചു കിടക്കുക. അപ്പൊ ഒരാൾ വന്നിട്ട് സഞ്ജുവിനെ പോലൊരു വൃത്തികെട്ട മനുഷ്യൻ, സഞ്ജുവിനെ പോലെ ഒരു 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 ക്രൂരൻ, നീ എഴുന്നേറ്റ് കൈ ചെവുക്കലിന് കൊടുക്കുവോ? നീ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുവോ? എന്താ കാര്യം? നീ മരിച്ചുപോയി. നീ അപ്പൊ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും നിന്നെ കുത്തും വന്ന് ഇറിറ്റേറ്റഡ് ആകുന്നെങ്കിൽ അതിന്റെ അർത്ഥം നീ ചത്തിട്ടില്ല. അപ്പൊ നമുക്ക് ജയിക്കാൻ, ഇതിനെ ജയിക്കാൻ എങ്ങനെ പറ്റും? ഇതിനെ ജയിക്കാൻ എങ്ങനെ പറ്റും? നമുക്ക് ജയിക്കണ്ടേ? അപ്പൊ ഈ ഡെഡ് ബോഡിയുടെ മുമ്പിൽ ഞാൻ അവിടെ നിന്നുകൊണ്ട് ലോലിപ്പോപ്പ് തിന്നോണ്ടിരുന്ന ഡെഡ് ബോഡിയുടെ വായി വെള്ളം വരുമോ? വരുമോ? അപ്പൊ ഞാൻ നല്ലൊരു ഐസ്ക്രീം ഒക്കെ എടുത്ത് പുളിയൊക്കെ മുക്കി മുളകൊടിയൊക്കെ ഇട്ട് വെള്ളം വരുമോ? നീ ചത്തുപോയി എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ട വെളിപ്പാട്. ക്രൂശിന്റെ വെളിപ്പാട് എന്താ? യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടു എന്ന് അതെല്ലാവർക്കും അറിയണവേ. അത് രാജാറാം മോഹൻ റോയ്ക്ക് അറിയാം, അത് ഇവിടുത്തെ സാംസ്കാരിക നേതാക്കന്മാർക്കറിയാം, അത് മഹാത്മാഗാന്ധിക്ക് അറിയാം, അത് നമ്മളുടെ എന്താ പറയുക സ്വാമി വിവേകാനന്ദനറിയാം, അത് നമ്മുടെ നരേന്ദ്രമോദി സാറിനെ അറിയാം. എല്ലാവർക്കും അറിയാം യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടു എന്ന്. എന്നാൽ ആ ക്രൂശിൽ നീയും ക്രൂശിക്കപ്പെട്ടു എന്നും അതിന്റെ തെളിവായി വെള്ളമാകുന്ന കല്ലറയ്ക്കകത്ത് ഞാൻ എൻ്റെ പഴയ മനുഷ്യനെ അടക്കം ചെയ്തെന്നും ഞാൻ സ്നാനത്താൽ ഒരു പുതിയ മനുഷ്യനായി മാറിയെന്നും ഇനി എൻ്റെ വായി വെള്ളം വരുത്തില്ലെന്നും നീ തിരിച്ചറിയണം. സ്തോത്രം. ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ രാവിലെ? ആമേൻ. 2 സമർപ്പണം. 1 ക്രൂശ്, 2 ഭയങ്കര തീവ്രമായ സമർപ്പണം. പറഞ്ഞ് ഉറക്കെ പറഞ്ഞ തീവ്രമായ സമർപ്പണം. ഉറക്കെ പറ, തീവ്രമായ സമർപ്പണം. ആ സമർപ്പണത്തിന്റെ ഭാഗമായിട്ട് നിന്റെ ഡെയിലി ലൈഫിൽ നടക്കുന്ന സാങ്ക്ടിഫിക്കേഷൻ ഉണ്ട്, വിശുദ്ധീകരണമുണ്ട്. എന്തുവാ? വിശുദ്ധീകരണം സംഭവിക്കണമെങ്കിൽ സമർപ്പിക്കപ്പെട്ടവന് മാത്രമേ വിശുദ്ധീകരണം. ഞാൻ പറയാറുണ്ട്, യേശു ക്രിസ്തു ഒരിക്കലായി ക്രൂശിക്കപ്പെട്ടു. ആ ഒരിക്കലായി യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ട കാരണത്താൽ നാം നീതിമാന്മാരായി. ബിനോയ് എങ്ങനെ നീതിമാനായ? യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ കൂടെ നീ നീതിമാനായി. മനസ്സിലാവുന്നുണ്ടോ? ബിനോയ് മരിച്ചോ? ബിനോയ് മരിച്ചില്ല, ബിനോയ്ക്ക് വേണ്ടി യേശു മരിച്ചു. ആ യേശു ക്രിസ്തുവിന്റെ മരണത്താൽ നീ നീതീകരിക്കപ്പെട്ടു. അവൻ പാപം അറിയാത്ത അവൻ യേശുവിനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് ദൈവം അവനെ നമുക്ക് പകരം പാപമാക്കി ക്രൂശിച്ചു. അപ്പൊ അവൻ ഒരിക്കലായി ക്രൂശിക്കപ്പെട്ട കാരണത്താൽ ഞാൻ ഒരിക്കലായി നീതീകരിക്കപ്പെട്ടു. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക. യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ കൂടെ എനിക്ക് ലഭിച്ച നീതീകരണത്തിൽ ഞാൻ തുടരാൻ വേണ്ടി ഞാൻ ഡെയിലി ലൈഫിൽ ക്രൂശിക്കപ്പെടുകയും ഞാൻ ഡെയിലി സമർപ്പിക്കുകയും ഞാൻ ഡെയിലി വിശുദ്ധീകരണത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് കുഞ്ഞുകളിയല്ല. ടെംപ്റ്റേഷനെ ജയിക്കണം. എങ്ങനെ ജയിക്കാൻ പറ്റും? എങ്ങനെ പ്രലോഭനങ്ങൾ ജയിക്കാൻ പറ്റും മക്കളെ? ഇതൊരു ഭയങ്കര കമ്മിറ്റ്മെന്റാ, ഡീപ്പായ കമ്മിറ്റ്മെന്റാ. എനിക്ക് ആത്മാവിൽ മനസ്സിലാകുന്നു, ഈ ദിവസങ്ങളിൽ അസാധാരണമായൊരു സമർപ്പണത്തിലേക്ക് പരിശുദ്ധാത്മാവിനാൽ ദൈവം നിങ്ങളെ നടത്താൻ പോവുകയാണ്. ആ സമർപ്പണത്തിന്റെ ഭാഗമായിട്ട് നമ്മളിൽ സംഭവിക്കുന്ന അടുത്ത കാര്യം, നമുക്കൊരു വീക്ക്നെസ് ഉണ്ടെന്നിരിക്കട്ടെ, നമ്മൾ അതിൽ നിന്നും ഒന്ന് മാറി നിൽക്കാൻ ശ്രമിക്കും. എന്ത് ചെയ്യും സഞ്ജു? എനിക്കൊരു പ്രശ്നമുണ്ട്, അമ്മേ, എനിക്കൊരു കള്ളുകൂടിയുടെ പ്രശ്നമുണ്ട്.
അതെൻ്റെ ഒരു പ്രശ്നമാണ്, എനിക്ക് അറിയാം. ഈ കലയുടെ പ്രശ്നമാകുമ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അഭിനയിച്ച എന്നെ ഒരാൾ വിളിച്ചോണ്ട് പറയുക, നമുക്ക് സൂര്യയെ പോയി ഒരു ബിരിയാണി കഴിക്കാം. സൂര്യ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്തൊരു ബാറാണ്, അവിടെ പോയി ഒരു ബിരിയാണി കഴിക്കാം. അപ്പൊ ആൾറെഡി എൻ്റെ അകത്തൊരു ടെംപ്ടേഷൻ ഉള്ള ആളാണ്. അപ്പൊ നീ പറയണം, എനിക്ക് ബിരിയാണി കഴിക്കണമെങ്കിൽ ഞാൻ സൂര്യ വരുന്നില്ല, ഞാൻ ഇവിടുത്തെ അമ്മ വീട്ടിൽ നിന്ന് ഒരു ബിരിയാണി കഴിച്ചോളാം. എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് ഒരു ബിരിയാണി കഴിച്ചോളാം. ആൾറെഡി നിന്റെ അകത്ത് ഒരു വ്യഭിചാരത്തിന്റെ ആത്മാവ് ഉണ്ടെന്നിരിക്കട്ടെ. അപ്പം പറയണം, നമുക്ക് റെഡ് സ്ട്രീറ്റിൽ പോയി ഒരു വ്ലോഗ് ചെയ്യാം, എന്തുവാ, ഒരു ഡോക്യുമെന്ററി ചെയ്യാം. നീ പോണ്ട, ആൾറെഡി നിനക്കൊരു പ്രശ്നമുള്ളയാണ്. നീ ഒന്ന് സ്റ്റേ അവേ, ഒന്ന് മാറി നിൽക്കുക. ഹല്ലേലൂയ. എന്നോടുണ്ടോ ഇന്ന് രാത്രി? ആമേൻ. നിനക്കൊരു പുരുഷനോടൊരു അഫെക്ഷനുള്ള പെൺകുട്ടിയാണ്, നിനക്കൊരു സ്ത്രീയോടൊരു അഫെക്ഷനുള്ള ആൺകുട്ടിയാണ്. നീ ഒരു ഗ്യാപ്പിടുക. ഹല്ലേലൂയ. ആരാ ഇന്ന് രാത്രി ദൂതനാമേൻ പറയുന്നേ? ഓരോരുത്തർക്കും ഓരോ ടെംപ്ടേഷനാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പൊതുവിൽ പറയുന്ന കാര്യം എല്ലാവരും അനുഭവിക്കുന്ന ഒരു കോമൺ കാര്യമാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോരുത്തരുടെ പ്രശ്നങ്ങളാണ്. ചിലർക്ക് പണത്തോടാണ് ആർത്തി, എന്തുവാ, പണത്തോടാണ്, ഒരു ഗ്യാപ്പിട്ട് മാറും. ചിലർക്ക് ഭക്ഷണത്തോടാണ് ആർത്തി, ഒരു ഗ്യാപ്പിട്ട് നിൽക്കും. ചിലർക്ക് വസ്ത്രത്തോടാണ് ആർത്തി, ഒരു ഗ്യാപ്പിട്. ചിലർക്ക് ഇതൊന്നുമല്ല പ്രശ്നം, ഈ ഓൺലൈൻ ഷോപ്പിങ്ങിനോടാണ് ചിലർക്ക് ആർത്തി. ഓൺലൈൻ ഈ ഒരു കാര്യമില്ലാത്ത കുറെ സാധനം. അതല്ലാതെ അതിന്റെ നടുവിൽ കയറി കടന്ന് ബെഡും എടുത്തിട്ട് അതിന്റെ നടുവിൽ കയറി കടന്നിട്ട്, പാസ്റ്റർ എനിക്ക് ടെംപ്ടേഷൻ എന്ന് പുറത്ത് വരണമെന്ന് പറഞ്ഞ അടി കൊള്ളുന്നില്ല. നീ അവിടെ നിന്ന് ആദ്യം പുറത്ത് നിൽക്കുക. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? ഒരു വാക്യം വായിച്ച മോനെ, 101 സങ്കീർത്തനം. ഞാനൊരു നീചകാര്യം എന്റെ കണ്ണിന് മുൻപിൽ കണ്ണിന്റെ മുമ്പിൽ വെക്കത്തില്ല എന്ന് ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു. ഞാൻ എടുക്കുന്നൊരു സമർപ്പണം. എന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു നീചകാര്യം കൊണ്ട് വെക്കത്തില്ല. നമുക്കൊരു പ്രശ്നമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായ, നമുക്കറിയാം നമ്മുടെ പ്രശ്നങ്ങൾ. ഒരു പ്രവാചകനും പറയണ്ട, നമ്മുടെ പ്രശ്നം നമുക്കറിയാം. അതുകൊണ്ട് അത് നിന്റെ മേൽ ആക്ടിവേറ്റഡ് ആണ് എന്ന് നിനക്ക് തോന്നിയാൽ നീ അതിനെ ഭയങ്കര സീരിയസ് ആയിട്ട് ഡീൽ ചെയ്യണം. എന്ത് ചെയ്യണം? സീരിയസ് ആയിട്ട് ഡീൽ ചെയ്തിട്ട് ഈ ക്യാൻസർ വന്ന ഭാഗം മുറിച്ചു മാറ്റത്തില്ലേ, അതുപോലെ നിന്റെ ശരീരത്തിൽ നിന്നും ആ പാപത്തിന്റെ ലൈനെ ആംപ്യൂട്ട് ചെയ്ത് മാറ്റണം. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ ഇതും സുവിശേഷമോ അച്ഛാ? നിന്റെ വലം കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ മാറ്റുക. ഇതും സുവിശേഷം. ഈ കർത്താവ് തന്നെയാണ് കരുണന്മാർക്ക് കണ്ണ് കൊടുത്തതും. ഈ അംപ്യൂട്ടിങ് ഏറിയ ചിലപ്പോൾ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും, പക്ഷേ നിന്റെ ലോങ് റണ്ണിന് ദൈവം നിന്നെ ബലപ്പെടുത്തുകയും നിന്റെ ലോങ് മൈലേജ് കൂട്ടിത്തരികയും നിന്റെ ആ മുറിവിനെ അവൻ സൗഖ്യമാക്കുകയും ചെയ്യും. ചെറുതൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. ഹല്ലേലൂയ. പിന്നീട് ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ വീക്കായി പോകുന്ന കുറെ അനുഭവങ്ങൾ ഉണ്ട്. നമ്മൾ ഇമോഷണലി വീക്കാവുന്ന സമയങ്ങളുണ്ട്. ഇമോഷണൽ നമ്മൾ വീക്കാവും. നമ്മൾ എപ്പോഴും ഒന്ന് സ്ട്രോങ് ഒന്നും അല്ല. ആ ഇമോഷണലി നീ വീക്കാകുമ്പോൾ നീ പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നും എടുക്കാതിരിക്കുക. ഇമോഷണലി വീക്കാകുമ്പോൾ തീരുമാനങ്ങളൊന്നും, ചിലപ്പോൾ ഇമോഷണലി വീക്കാകുമ്പോൾ ഭാര്യ ഭർത്താവ് ഞാൻ എൻ്റെ വീട്ടിൽ പോവുക, നീ അതപ്പം പറയരുത്. നീ ഇമോഷണലി ഒന്ന് സ്ട്രോങ് ആയി കഴിയുമ്പോൾ പറയുക, എന്നെ പറഞ്ഞു വിട്ടാറേ ഞാൻ പോവാ. നമ്മൾ ഇമോഷണലി വീക്കാവും. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാ, എന്നോ ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാം അല്ലേ വിളിച്ച എല്ലാം നമ്മൾ പറയും. ഈ ദാവീദ് ഒരു ഭയങ്കര യുദ്ധവീരനായിരുന്നു. ദാവീദിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു വാക്യം 2 ശമൂവേൽ 11 അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ദാവീദ് സത്യത്തിൽ യുദ്ധ കൊതിയനായിരുന്നു. യുദ്ധമുണ്ടെന്ന് പറഞ്ഞാൽ അവനെ ഇറങ്ങിച്ച് അവന്റെ ശരീരത്തിൽ കിടക്കുന്ന ഒരു സാധനമാണ്.
2 ശമൂവേൽ 11:1 എഴുതിയിരിക്കുന്നത്. പിറ്റേ ആണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടും കാലം. ഇതിങ്ങനെ കൊണ്ട് രാജാക്കന്മാർ ഈ വേട്ടയ്ക്ക് പോകുന്ന പോലെ രാജാക്കന്മാർക്ക് എല്ലാവർക്കും ഒരു സാധനം കേറിട്ട് യുദ്ധത്തിന് പുറപ്പെടുന്ന ഒരു കാലം. പോലടാ, എന്തൊരു അഹങ്കാരവും യമാർക്ക് യുദ്ധത്തിന് പുറപ്പെടുന്നൊരു കാലം, തിന്നാനൊരു കാലം. ഈ ഞങ്ങൾക്ക് യുദ്ധത്തിന് പോയി കൈയുടെ അരിശമൊക്കെ ഒന്ന് തീർക്കണം. യുദ്ധത്തിന് പുറപ്പെടുന്ന കാലം. ദാവീദ് യോവാബിനെയും അവനോട് കൂടെ തന്റെ ചേവകരെയും എല്ലാ ഇസ്രായേലിനെയും അയച്ചു. അവർ അമോനിയ ദേശം ശൂന്യമാക്കി. അടുത്തത് രബ്ബ പട്ടണം നിരോധിച്ചു. അടുത്തത് ദാവീദോ യെരൂശലേമിൽ തന്നെ താമസിച്ചിരുന്നു. മതി. ആ ചരിത്രം പറയുന്നവൻ ആ സമയത്ത് ഒരു ചെറിയ ഇമോഷണലി ഒരു സ്ട്രെസ്സിൽ കൂടെ കടന്നു പോകുന്ന സമയം. അവൻ ആ സീസൺ വിടുന്നവനല്ല. അവൻ ആ സീസൺ ഇറങ്ങിപ്പോയി 10 പട്ടണങ്ങൾ പിടിക്കുന്ന കരുത്തനായ പോരാളി. പക്ഷെ അവന് മനസ്സിലായി, ഇപ്പൊ ഞാൻ യുദ്ധമുഖത്ത് പോകുന്നതിനേക്കാൾ നല്ലത് ഞാൻ ഒന്ന് മാറിയിരിക്കുന്നതാണ്. ചിലപ്പോഴൊക്കെ ഒരാവേശത്തിൽ എടുത്ത് ചാടുന്നതിനേക്കാൾ കർത്താവിന്റെ കൂടെ ഇരിക്കുന്നത് അവന്റെ ടെംപ്ടേഷനെ ജയിക്കാൻ ഭയങ്കര അധികാരമായിരിക്കും. നമുക്ക് ആരെയും ഷോ ഓഫ് ചെയ്യണ്ട, ഒന്നും ഷോ ഓഫ് ചെയ്യണ്ട. എനിക്കറിയാം, ഞാൻ ബലഹീനനായി, എനിക്കറിയാം ഞാൻ വീക്കാവുന്ന സമയത്ത് ഞാൻ പ്രത്യേകിച്ച് മീറ്റിംഗ് ഒന്നും പോകത്തില്ല. ഞാൻ വീട്ടിൽ വല്ലതൊക്കെ കുക്ക് ചെയ്ത് എല്ലാവർക്കും ഒക്കെ കൊടുത്ത് ഒക്കെങ്കിലും ഒരു ബാർബിക്യൂ ഒക്കെ ചെയ്ത് എല്ലാവരും ഒക്കെ ഒന്ന് വിളിച്ച് കപ്പയും പുഴുക്കും ഒക്കെ തന്നിരിക്കും. അമ്മേ, ചിലപ്പോഴൊക്കെ ദൈവം നമ്മളോട് പറയുമ്പോൾ 5 ദിവസം ഫാസ്റ്റ് ചെയ്യാൻ, അല്ലേ, 10 ദിവസം ഫാസ്റ്റ് ചെയ്യാൻ. നീ 10 ദിവസം ഫാസ്റ്റ്, നമ്മൾ 52 ദിവസം ഇരുന്നു, നമ്മളൊന്നും കണ്ടില്ല. പക്ഷെ ആ 52 ദിവസം നീ പുറത്ത് കാണരുതെന്ന് ദൈവം ആഗ്രഹിച്ചു. നീ കൂടാരത്തിനകത്തായിരിക്കണം. ആ 52 ദിവസം രാവിലെ 5:30 മണിക്ക് നിന്റെ വണ്ടി ഓടരുതെന്ന് ദൈവം ആഗ്രഹിച്ചു. കാര്യം എവിടെയോ പിശാചിന്റെ ടാർഗറ്റുകളെ നീ ഒന്നും കണ്ടില്ലെങ്കിലും ദൈവം നമ്മളെ ഇരുത്തുകയാണ്. ചേർന്നൊരു നല്ല ഹല്ലേലൂയ പറയാമോ? 3, ദൈവവചനത്തിന്റെ ശക്തി. സമർപ്പണത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. ദൈവവചനത്തിന്റെ ശക്തി ഉറക്കെ പറഞ്ഞ്. ദൈവവചനത്തിന്റെ ശക്തി നിന്റെ വായിൽ കൊണ്ട് പിശാചിനെ ദൈവത്തിന്റെ വചനം പറഞ്ഞ് ശാസിക്കുക. ഞാൻ വാക്കുകൾ 4 പരിശുദ്ധാത്മാവിന്റെ സഹായം. എന്തുവാ? ഭയങ്കരമാണ്. നിനക്ക് പറ്റാത്തൊരു സാഹചര്യം വരുമ്പോ ഇന്ന് രാവിലെ നമ്മൾ കേട്ടതുപോലെ നീയും പരിശുദ്ധാത്മാവ്, നീയും നിന്റെ തോറ്റ പാപങ്ങളുമല്ല, നീയും പരിശുദ്ധാത്മാവ് ഭയങ്കരമായിട്ട് അങ്ങ് അവസാനിപ്പിക്കുക. പരിശുദ്ധാത്മാവിന്റെ കൂടെ കയറി നിൽക്കുക. പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടെ നിന്റെ അകത്ത് പിശാചുണ്ടാക്കുന്ന ഇമാജിനേഷന്റെ കോട്ടകളെ ഇടിക്കുക. ഞാൻ ഇന്ന് പകൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവിൽ എനിക്ക് ബോധ്യമാകുന്നു, ഈ അഡിക്ഷന്റെ സ്പിരിറ്റുകളെ പരിശുദ്ധാത്മാവ് പൊട്ടിക്കുന്നു. ആമേൻ. അവസാനമായി ഒരു വാക്കൂടെ പറയട്ടെ. നിന്റെ നാവിന്റെ ശക്തി, ജീവനും മരണവും നിന്റെ നാവിന്റെ മുമ്പിലിരിക്കുന്നു. നീ ചിലതിനെ വിളിച്ചു പറയണം, ഡിക്ലെയർ ചെയ്യണം. എത്ര പേര് ഇന്ന് രാത്രി ഡിക്ലെയർ ചെയ്യും? ആമേൻ. 3 മേഖലയിൽ നിന്നാണ് ടെംപ്ടേഷൻ ഉണ്ടാകുന്നത്. 1 ലോകത്തിൽ നിന്ന്, 2 ജഡത്തിൽ നിന്നും, 3 പിശാചിൽ നിന്നും. 5 മേഖലയിൽ നിനക്ക് ജയിക്കാൻ പറ്റും. 1 ക്രൂശിന്റെ ശക്തി, ഹല്ലേലൂയ. 2 നിന്റെ മേൽ സംഭവിക്കുന്ന അസാധാരണമായ സമർപ്പണം. 3 ദൈവവചനത്തിന്റെ ശക്തി. 4 പരിശുദ്ധാത്മാവിന്റെ സഹായം. 5 നീ തന്നെ നടത്തുന്ന ഡിക്ലറേഷൻസ്. ഹല്ലേലൂയ. നിനക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാവോ? നിനക്കും നിന്റെ തലമുറയ്ക്കും എതിരെയുള്ള പൈശാചിക ആയുധങ്ങളെ ഇന്നു പകൽ വെപ്പിക്കുന്ന ദൈവത്തിന്റെ ശക്തി സംഭവിക്കാൻ പോവുക. അയ്യോ ഞാൻ തോറ്റേ, ഞാൻ വീണേ, അയ്യോ ഞാൻ പോയേ. നോ, നീ എഴുന്നേറ്റ് പറ, ഞാൻ തോൽക്കത്തില്ല, ഞാൻ ജീവനോടെ ഇരിക്കും, ഞാൻ യഹോവയുടെ മഹത്വം കാണും, എനിക്ക് വീഴാൻ പറ്റത്തില്ല, ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ മന്ദിരമാണ്, എന്റെ ശരീരം യഹോവയുടെ മന്ദിരമാണ്, എന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഇരിക്കുന്നു. കം ഓൺ, ഇത് വിളിച്ചു പറയുക. നിന്റെ വായിൽ കൂടെ വരുന്ന ഡിക്ലറേഷൻസ് ഇന്ന് ആത്മമണ്ഡലത്തിൽ ഒരു പീരങ്കിയേക്കാൾ ശക്തിയാണ്. ഹല്ലേലൂയ. ഒരു ബാലിസ്റ്റിക് മിസൈലിനേക്കാൾ കരുത്താണ് നിന്റെ വാക്കുകൾക്ക്. ഹല്ലേലൂയ. ധൈര്യശാലിയാകുക. പൈശാചിക ശക്തികൾ ഒരിക്കൽ യേശുവിനോട് പറഞ്ഞു, ആമേൻ, നിന്നെ ഇവിടെ പ്രസംഗിപ്പിക്കത്തില്ലെന്ന്. യേശു ചിരിച്ചോട് പറ, അവനോട് പോയി പറ, നാളെ മറ്റന്നാൾ ഞാൻ ഇവിടെ കാണും.
ആ കുറുക്കനോട് പറഞ്ഞുതരാം, നാളെ മറ്റന്നാൾ ഞാനിവിടെ നിന്നെ നിർത്തത്തില്ലെന്ന്, നിന്നെ വീഴ്ത്തുമെന്ന് പറഞ്ഞോണ്ട് പറ, പോ പിശാചേ, ഞാൻ ഇവിടെ കാണുമെന്ന് പറ. ആമേൻ. എത്ര പേര് ഇന്ന് രാത്രി പ്രാർത്ഥിക്കും? ഒരുമിച്ച് അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും അല്പസമയം അന്യഭാഷ സംസാരിച്ചാട്ടെ. ഒത്തിരി വിശദീകരണങ്ങൾ തരേണ്ട വിഷയങ്ങളാണ് എനിക്കറിയാം. പക്ഷേ ഇന്ന് രാത്രി ചുരുക്കമായി ഞാൻ ആ ഭാഗങ്ങളെ അങ്ങോടിച്ച് പറയുകയായിരുന്നല്ലോ. ഹല്ലേലൂയ. ഒന്ന് അന്യഭാഷ സംസാരിക്കാമോ? കർത്താവിന്റെ ആത്മാവിന്റെ വിരോധമായി നിന്റെ ചിന്താഗതികൾക്കകത്ത്, നിന്റെ ചിന്തകൾക്കകത്ത് ചലിക്കുന്ന, നിന്റെ CPU-വിനകത്ത് ചലിക്കുന്ന ആ മേഖലകളെ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ വെട്ടിക്കളഞ്ഞ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ അത്ഭുതങ്ങളുടെ ചലനം, പരിശുദ്ധാത്മാവിന്റെ ചലനങ്ങൾ യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ. എത്ര പേര് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്നുണ്ട്? കർത്താവേ, ഇന്ന് രാത്രി ഇതിനകത്ത് കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ, ലോകം, ജഡം, പിശാച് ഒരുമിച്ച് ആക്രമിക്കാൻ നിൽക്കുന്ന ദൈവസഭയ്ക്കെതിരെയുള്ള ടാർഗറ്റുകളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇപ്പോൾ ജയിക്കുന്നു. കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ യേശു ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടവരാണ്. ജീവിക്കുന്നത് ഞങ്ങളല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ മേൽ സംഭവിച്ച ക്രൂശിന്റെ ശക്തിയാൽ, ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ അധികാരത്താൽ ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന പ്രലോഭനങ്ങളെ ജയിക്കാൻ പോവുകയാണ്. 2, കർത്താവേ, ഞങ്ങളെ ഭയങ്കരമായി സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ നാവിനെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കണ്ണിനെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കുന്നു. ആ സമർപ്പണത്തിന്റെ ഭാഗമായി ഒരു വിശുദ്ധീകരണത്തിൽ ഞങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഓരോ ദിവസവും തോൽക്കുകയല്ല, ഞങ്ങൾ ഓരോ ദിവസവും ജയിക്കുമെന്ന് ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു. കർത്താവേ, 3ാമത് ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ദൈവവചനമെന്ന ആയുധത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവൻ പൈശാചിക ലോകത്തിന് ഭീഷണിയാകുന്ന നിലയിൽ കർത്താവേ, ഞങ്ങൾക്ക് ദൈവവചനത്തെ വിളിച്ചു പറയാൻ സഹായിക്കണമേ. അതിലെല്ലാം ഉപരി ഞങ്ങളുടെ കൂടെ, ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റാത്ത മേഖലകളിൽ ഞങ്ങൾക്ക് ജയിക്കാൻ, ഞങ്ങൾ തോറ്റുപോകുന്ന ബലഹീനതകളിൽ ഞങ്ങൾക്ക് ജയിക്കാൻ, ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയുടെ സഹായം ചോദിക്കുന്നു. ഞങ്ങളെ സഹായിക്കണേ, ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണേ, ഞങ്ങളെ വിജയിപ്പിക്കണമേ, ഞങ്ങളുടെ ഒരു വിജയമാക്കി അങ്ങയെ ഞങ്ങളെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ ഞങ്ങൾ വായി തുറന്ന് ചിലത് വിളിച്ചു പറയും. ഹല്ലേലൂയ. എന്താ ഗോലിയാത്തിന് മുമ്പിൽ ദാവീദ് പറഞ്ഞത്? ഹല്ലേലൂയ, ഇന്ന് നിന്നെ എന്റെ കയ്യിൽ എന്റെ ദൈവം ഏൽപ്പിക്കും, എന്റെ കയ്യിൽ ഏൽപ്പിക്കും നിന്നെ. അമ്മേ, നിന്റെ പ്രശ്നങ്ങളോട് പറയും, എന്റെ കയ്യിൽ ഏൽപ്പിക്കോടാ. അമ്മേ, നീ എന്നെ കൊല്ലുന്നവരും ഞാൻ നിന്നെ വീഴ്ത്തോടാ. കർത്താവേ, ഈ 11ാമത്തെ രാത്രിയില്, 12ാമത്തെ രാത്രിയില് അങ്ങയുടെ നാമത്തിൽ നിന്റെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഒരു റിവൈവലിസ്റ്റിന്റെ DNA ഞങ്ങൾക്ക് തരണമേ. പ്രലോഭനങ്ങളെ ജയിക്കാനുള്ള കരുത്ത് തരണമേ. എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കുന്നു. സഭയായി സൂക്ഷിച്ചാട്ടെ. ഈ മാസം തുടർമാനം നടക്കുന്ന ഈ മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു.